നമ്മൾ പരിശുദ്ധ കുർബാനയിലാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന തോമസ് പുരയിടം അച്ഛൻ്റെ വേർപാടിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിനും പ്രാർത്ഥനാപൂർവം അദ്ദേഹത്തെ സ്വർഗത്തേക്ക് കൊടുത്ത് അയക്കുന്നതിനും വേണ്ടിയാണ് ഈ പരിശുദ്ധ കുർബാനയും നമ്മളുടെ ഒത്തുചേരലും എല്ലാം. നമുക്ക് അച്ഛനെ സ്നേഹപൂർവ്വം ഓർക്കാം. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ ദൈവത്തിന് സമർപ്പിക്കാം. ആ ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മളുടെ ഈ മെരിലാൻഡ് ഇടവക്കാരനായ തോമസ് പുരയിടം അച്ഛൻ സ്കൂള് സെൻറ് തോമസ് കോളേജ് പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി മംഗലപ്പുഴ സെമിനാരിയിൽ വൈദിക പരിശീലനം നേടി 1972 ഭാഗ്യസ്മരണാർഹനായ വയലിൽ പിതാവിൽ നിന്ന് ലാലം പള്ളിയിൽ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ച അച്ഛനാണ്. അച്ഛൻ്റെ കർമ്മനിരതമായ ജീവിതത്തിൻ്റെ സമാപനമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. കൊച്ചച്ഛൻ എന്ന നിലയിൽ അദ്ദേഹം രാമപുരം, കടപ്ലാമറ്റും, തിടനാട് എന്നീ പള്ളികളിൽ അസിസ്റ്റൻ്റായും പിന്നീട് വികാരിയായിട്ട് 8 ഇടവകകളിൽ നെല്ലാപ്പാറ, അമ്പാറ നിരപ്പേൽ, മൂന്നിലവ്, മുത്തോലി, ചേന്നാട്, പിറവം, പൈങ്ങളം, മണിയംകുളം എന്നീ ഇടവകകളിൽ ഇടയനടുത്ത ശുശ്രൂഷ നിർവഹിച്ച് പോരുകയായിരുന്നല്ലോ. അവസാന വർഷങ്ങളിൽ രൂപതയുടെ മാറപ്രയും സെമിനാരിയിൽ, പ്രീസ്റ്റ് ഹോമിലും, മെഡിസിറ്റിയിലെ കാസ ദെൽ ക്ലെറോ പ്രീസ്റ്റ് ഹോമിലുമായിട്ട് വിശ്രമ ജീവിതം നയിച്ച് വരികയായിരുന്നു. അടുത്ത നാളുകളിൽ പലതവണ അച്ഛന് ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ടി വന്നു. ആശുപത്രിയും വൈദിക മന്ദിരവും തൊട്ടടുത്തായതുകൊണ്ട് അച്ഛന് ആശുപത്രിയിൽ പോകാനും അല്ലെങ്കിൽ അവർക്ക് അച്ഛൻ്റെ മുറിയിൽ വന്ന് അദ്ദേഹത്തെ കാണാനുമെല്ലാം നല്ല സൗകര്യങ്ങളായിരുന്നു. അച്ഛൻ സന്തോഷവാനായിട്ട് ജീവിക്കുകയായിരുന്നു. എല്ലാവരോടും സ്നേഹമായിട്ട് ഇടപെടുകയും നല്ല പെരുമാറ്റ ശൈലിയിലൂടെ ഏവർക്കും സ്വീകാര്യമായ ഒരു പ്രവർത്തന ശൈലി സ്വന്തമായിട്ട് കൊണ്ടു നടന്ന വ്യക്തിയാണ് അച്ഛന്. അച്ഛനിരുന്ന ഇടവകളിലെല്ലാം അച്ഛനൊത്തിരി കോണ്ടാക്ട്സ് അൽമായരോട്, കുട്ടികളോട്, ഇതര മതസ്ഥരോട് എല്ലാം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പള്ളികളിൽ ഞാൻ വിസിറ്റയ്ക്കായിട്ടും തിരുപ്പട്ടം കൊടുക്കാനും മറ്റു കുദാശകൾ പരികർമ്മം ചെയ്യാനുമെല്ലാം അനേക തവണ പോയിട്ടുണ്ട്. അവിടെയെല്ലാം അച്ഛൻ വലിയ ഒരു അടുപ്പവും ഇഷ്ടവും വാത്സല്യവുമെല്ലാം കാണിച്ചിരുന്നു. ഒരു അകൽച്ചയുമില്ലാണ്ട് പെട്ടെന്ന് ഉള്ള കാര്യങ്ങൾ പറയുകയും വളരെ സ്വാഭാവികമായ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്തതുപോലെ എനിക്ക് അച്ഛനെ അടുത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ യാത്രകളിലൂടെയും മറ്റ് ആളുകളോടുള്ള സാമൂഹ്യക്ഷേമപരമായ പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം വലിയൊരു ബന്ധം അച്ഛൻ സ്ഥാപിച്ചെടുത്തു. നല്ലൊരു കുമ്പസാരക്കാരനായിരുന്നു. നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലും അതുപോലെ മറ്റ് ആര് ആവശ്യപ്പെട്ടാലും അവിടെയെല്ലാം കുമ്പസാരം കേട്ട് പാപമോചനം നൽകുന്നതിൽ അച്ഛൻ വലിയ താല്പര്യം കാണിച്ചിരുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. നല്ലൊരു തറവാട്ടിൽ പിറന്നു. സഹോദരങ്ങളോടും അയൽപക്കക്കാരോടുമൊക്കെ സ്നേഹത്തിലും അടുപ്പത്തിലും എന്നും നിൽക്കാനായിട്ട് സാധിച്ചു. മെരിലാൻഡ് വളരെ സമർത്ഥരായ വൈദികരെ പാലാ രൂപതയ്ക്കും മിഷൻ ദേശങ്ങൾക്കുമൊക്കെ സംഭാവന ചെയ്ത ഒരു സ്ഥലമാണ്. അക്കാര്യവും അച്ഛൻ പലപ്പോഴും
സംസാരത്തിൽ വിഷയമായിട്ട് എടുക്കാറുണ്ടായിരുന്നു. ഈശോയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട തിരുവചന ഭാഗമാണ് നമ്മൾ കേട്ടത്. ഈശോ പ്രാർത്ഥിച്ച് ഒരുങ്ങി മരിച്ചു. ജീസസ് ഡൈഡ് പ്രേയിങ്, പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഈ ലോകം വെടിഞ്ഞു ഉപേക്ഷിച്ചു എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ. മരണം വലിയൊരു അടിസ്ഥാനപരമായ ഒരു സംഭവമാണ്. ഇറ്റ് ഈസ് എ കോൾ ടു ട്രാവൽ ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ദൈവവിളിയാണ്. ഈ ലോകത്തിലൂടെ നമ്മൾ ഒത്തിരി യാത്ര ചെയ്യുന്നുണ്ട്. തോമസ് അച്ഛനും ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ മരണം, ഇറ്റ് ഈസ് എൻ ഇൻവിറ്റേഷൻ, എ കോൾ ടു ട്രാവൽ ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഡെത്ത് ഈസ് എ ഡിപ്പാർച്ചർ ഓൺ എ ലാർജർ ജേർണി. ദീർഘമായ ഒരു യാത്രയിലേക്കുള്ള പുറപ്പാടാണ് മരണം. വേദശാസ്ത്രികൾ പറയാറുണ്ട്, ഡെത്ത് ഈസ് നെവർ എൻഡിങ് മൈഗ്രേഷൻ. ഒരിക്കലും തീർന്നു പോകാത്ത മൈഗ്രേഷനാണ് മരണം. എന്നും ഏത് സമയത്തും ലോകത്തിൻ്റെ അവസാനം വരെ ആ മൈഗ്രേഷൻ തുടർന്നുകൊണ്ട് പോകുമെന്ന് നമുക്കറിയുകയും ചെയ്യാം. നമ്മളും മരണത്തെ പ്രാർത്ഥനയോടെ സമീപിക്കുന്നവരാണ്. പ്രത്യേകിച്ച് അച്ഛന്മാർ ഔദ്യോഗിക ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് പ്രീസ്റ്റ് ഹോമിൽ വിശ്രമിക്കുമ്പോൾ അവർ സ്വർഗത്തെ നോക്കി, ഈ ദിവസത്തെ നോക്കി പ്രാർത്ഥിച്ച് ജീവിക്കുന്നവരാണ്. ഈശോ ഈ ഫാഷൻഡ് ഹിസ് ഡെത്ത് ഇൻടു ആൻ ആക്ട് ഓഫ് പ്രയർ എന്ന് പറഞ്ഞതുപോലെ വൈദികർ ഈ ദിവസത്തെ നോക്കി, നമ്മളുടെ പ്രീസ്റ്റ് ഹോമുകളിൽ 80-ഓളം അച്ഛന്മാർ നമുക്കുണ്ട്. അവർ സ്വർഗത്തെ കാണണമെന്നുള്ള അവർ വലിയ ചിന്തയോടുകൂടിയാണ് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഈശോയുടെ മരണസമയത്ത് 2 കള്ളന്മാർ ഇടത്തും വലതുമായിട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടു. നമുക്ക് സുപരിചിതമായ തിരുവചനമാണത്. അതിൽ വലതുഭാഗത്തുള്ള കള്ളൻ പറഞ്ഞു, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഒരു ചെറിയ ഓർമ്മ എന്നെക്കുറിച്ചുണ്ടാകണമേ എന്നാണ് അയാൾ പ്രാർത്ഥിച്ചത്. മറ്റേ കള്ളൻ കുറ്റം പറയുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ 11-ാം മണിക്കൂറിൽ മനഃശാന്തരപ്പെട്ട ആ കള്ളൻ്റെ ആവശ്യം കർത്താവിൻ്റെ ഒരു ഓർമ്മയായിരുന്നു. വേദപുസ്തകം മുഴുവനും ഇത്രയും ഇങ്ങനെയുള്ള ഓർമ്മകളുടെ കൂമ്പാരമാണല്ലോ. ഗോഡ് റിമെമ്പേർഡ് ഏബ്രഹാം. അബ്രാഹത്തെ ദൈവം ഓർത്തു. അങ്ങനെയാണ് വലിയ അപകടങ്ങളിൽ നിന്ന് ലോത്തിനെയും എല്ലാം രക്ഷിക്കുന്നത്. ഗോഡ് റിമെമ്പേർഡ് റാഹേൽ. ദൈവം അവളെ ഓർത്തപ്പോൾ അവൾക്ക് ഗർഭധാരണ ശക്തി ലഭിച്ചു. ജെറമ്യാ പ്രവാചകൻ വിളിച്ചപേക്ഷിച്ചു, ലോർഡ് റിമെമ്പർ മീ. കർത്താവേ, എന്നെയും ഓർക്കണമേ. പഴയ നിയമത്തിലെ നിരന്തരമായ ഒരു ആവശ്യം മറക്കരുത് എന്നുള്ളതാണ്. എല്ലാം ഓർത്തിരിക്കണം, മറക്കരുത്. ഓർമ്മകളാണ് ദൈവാനുഭവം, തിരുവചനം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോയും പഠിപ്പിച്ചതാണല്ലോ, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ജീവിക്കണം, നിങ്ങൾ ആരാധിക്കണം. നിങ്ങളുടെ ലിറ്റർജിക്കൽ സമർപ്പണം എൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. സഭ തന്നെയും മിശിഹായുടെ ഓർമ്മ ആണല്ലോ. ഈശോ തന്നെയും ദൈവപിതാവിൻ്റെ
ഓർമ്മ ആണല്ലോ. അങ്ങനെ ഓർമ്മകളുടെ അനുസ്മരണമാണ് ക്രൈസ്തവ ജീവിതം. നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാവവും അതുതന്നെയാണ്. ഈ നല്ല കള്ളൻ എത്രയോ ഭാഗ്യപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അവസാന നിമിഷമാണ് അദ്ദേഹം ഇങ്ങനെയുള്ളൊരു മാനസാന്തരത്തിലേക്ക് വരുന്നത്. അതുവരെ വളരെ മോശമായിട്ടായിരുന്നിരിക്കണം അവരിരുവരും ജീവിച്ചത്. മനസാന്തരത്തിൻ്റെ അനുഭവം മനസ്സിലുണ്ടായപ്പോൾ കർത്താവിനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അവന് കിട്ടുന്ന ഉത്തരം, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും, സ്വർഗത്തിലായിരിക്കും. ഇന്ന് നമ്മളുടെ തോമസച്ചനും കർത്താവിനോട് കൂടെ പർദീസായിലാണ്. ജീവിതം മുഴുവനും ശേഷവിധിയായിട്ട് 55 വർഷങ്ങൾ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റിവെച്ച് കർത്താവിനെ ഓർത്ത് ജീവിച്ച അച്ഛൻ ഇന്ന് ഈശോയുടെ ഓർമ്മകളിലേക്ക് പ്രവേശിക്കുകയാണ്. അതൊരു സാധാരണമായ ഡിസൈപ്പിൾഷിപ്പാണ്. ഈശോയുടെ സ്കൂൾ ഓഫ് ഡിസൈപ്പിൾഷിപ്പിൽ ഈ നല്ല കള്ളന് വലിയൊരു പ്രസക്തിയാണല്ലോ ഉള്ളത്. ഒരിക്കലും ആഗ്രഹിച്ചിട്ട് പോലുമില്ലാത്ത ഒരു കാര്യം, ഒരു യാചന നടത്തിയപ്പോൾ ഈ ഭൂമിയിലെ ഒരുപക്ഷെ ഏറ്റവും ആദ്യത്തെ മനുഷ്യൻ സ്വർഗത്തിൽ പോയത് ഈ കള്ളനായിരിക്കും. പിന്നീട് സാർവത്രിക സഭയിൽ ഈ വലതുഭാഗത്തുള്ള കള്ളൻ ദിസ്മാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധനാണെന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ USA-യിലും UK-യിലുമെല്ലാം സഭാ സമൂഹങ്ങളും ഉള്ളതൊക്കെ നമുക്ക് അറിയാം. ഓർമ്മകളുടെ വലിയ ചിന്ത അച്ഛന്മാർ കൊണ്ടു നടക്കുമ്പോൾ അവർക്കാവശ്യം കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുക എന്നതാണ്. മരിക്കാൻ പോകുന്ന ആ മനുഷ്യൻ ഒരു ചെറിയ യാചന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് സ്വർഗം കിട്ടി. ചെറിയ ഒരു ഓർമ്മ എന്നെക്കുറിച്ച് വേണം എന്ന് പറഞ്ഞപ്പോൾ ഹി റിസീവ്ഡ് ഇറ്റേണൽ റിമെമ്പറൻസ്. നീ ഇന്ന് ഈ നിമിഷത്തിൽ എന്നോടുകൂടെ പർദീസായിലായിരിക്കും. പർദീസായിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ നിത്യതയിലേക്ക് കടക്കുകയാണ്. ഒരിക്കലും അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് പിറകോട്ട് പോകുന്നില്ല. അങ്ങനെയുള്ള വലിയൊരു ഡിസൈപ്പിൾഷിപ്പിലേക്ക് കടക്കാനായിട്ട് ഈ മനുഷ്യന് സാധിച്ചു. ഞാൻ കരുതുന്നത് ഈശോ പറഞ്ഞ ഈ വാക്കുകളാണ് ആദ്യത്തെ കാനനൈസേഷൻ എന്നാണ്. നമ്മളൊരാളെ ഭൂമിയിലെ സഭ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധയാക്കുമ്പോൾ എന്തുമാത്രം പ്രക്രിയകളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ കാനനൈസേഷൻ ഈശോ തന്നെയാണ് നടത്തിയത്. ഈശോയുടെ വാക്കുകളായിരുന്നു അതിൻ്റെ അടിത്തറ. വോയിസ് ഓഫ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഇറ്റ് വാസ് ക്രൈസ്റ്റ്സ് ഡിക്ലറേഷൻ, ദ ഫസ്റ്റ് കാനനൈസേഷൻ, ദ ഫസ്റ്റ് സെയിൻറ്റ്. പറുദീസ ഉറപ്പായിട്ടും നിനക്കുണ്ട് എന്ന് ഈശോ തന്നെ പേര് ചൊല്ലി വിളിച്ച് സ്വർഗത്തിൽ ഇരുത്തിയ നല്ല കള്ളൻ. നമ്മളുടെ അധ്വാനത്തിൻ്റെ ഫലം ഇത് തന്നെയായിരിക്കണം. നമ്മൾ അച്ഛന്മാർ എല്ലാവരും കർത്താവിൻ്റെ വലതുവശത്ത് തൂക്കപ്പെടേണ്ടവരാണ്. അതാണ് മാനസാന്തരത്തിൻ്റെ, സ്വർഗപ്രവേശനത്തിൻ്റെ, ശരിയായിട്ടുള്ള ഡിസൈപ്പിൾഷിപ്പിൻ്റെ, നല്ല ഒരു പെനിറ്റൻ്റ് ബിലീവറുടെ ഒക്കെ അടിത്തറ. അങ്ങനെ നമുക്ക്
ഈ മരണം നമ്മളുടെയും സ്വർഗപ്രവേശനത്തിലേക്കുള്ള ഒരു ഇൻവിറ്റേഷനായിട്ട് എടുക്കാനായിട്ട് സാധിക്കണം. അദ്ദേഹം അർപ്പിച്ച പരിശുദ്ധ കുർബാനകളും വ്യാഖ്യാനിച്ചു കൊടുത്ത തിരുവചനങ്ങളും അനുഷ്ഠിച്ച മറ്റ് ഉദാശകളുമെല്ലാം അദ്ദേഹത്തിൻ്റെ പറുദീസ പ്രവേശനത്തിൻ്റെ ഉറപ്പായിട്ടുള്ള ഗ്യാരൻറ്റി പത്രങ്ങൾ തന്നെയാണ്. ആ ജീവിതത്തിൻ്റെ ലാളിത്യവും വളരെ സുന്ദരമായ നിഷ്കളങ്കമായ ഇടപെടലുകളുമെല്ലാം ഇത്തരത്തിലുള്ള ഒരു ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്കും കൊണ്ടുവരേണ്ടത്. വിശുദ്ധനായ ഫ്രാൻസിസ് സെയിൽസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എവരി മദർ ഷോസ് ഹെർ ലവ് ടു ഹെർ ബേബി ഇൻ 3 ways. 3 തരത്തിലാണ് ഒരമ്മ അവളുടെ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത്. ഒന്ന്, ബൈ ഫീഡിങ്, ഭക്ഷണം കൊടുത്തുകൊണ്ട്. 2, ബൈ ക്ലീനിങ്, കഴുകി വെടിപ്പാക്കിക്കൊണ്ട്. 3, ബൈ കറക്റ്റിംഗ്, തെറ്റുകൾ തിരുത്തിക്കൊണ്ട്. സോ ഡസ് എവരി പ്രീസ്റ്റ്. ഈ 3 കാര്യമാണ് ഓരോ അച്ഛനും, എല്ലാ അച്ഛന്മാരും ചെയ്യുന്നത്. അതാണ് ഈ പുണ്യവാളൻ പറഞ്ഞത്. ഹി ക്ലെൻസസ് ഇൻ ബാപ്റ്റിസം. മാമോദീസായിൽ കുഞ്ഞിനെ കഴുകിയെടുക്കുന്നു. ഹി ഫീഡ്സ് ഇൻ ദ യൂക്കരിസ്റ്റ്. പരിശുദ്ധ കുർബാന കൊടുത്ത്, ഭക്ഷണം കൊടുത്ത് അതിനെ വളർത്തുന്നു. ഹി കറക്റ്റ്സ് ഇൻ പെനൻസ്. കുമ്പസാരക്കൂട്ടിൽ വരുമ്പോൾ പ്രായശ്ചിത്തം നൽകി അവനെ കറക്റ്റ് ചെയ്യുന്നു. ഈ 3 വിധത്തിൽ ഓരോ അച്ഛനും, പ്രത്യേകിച്ച് നമ്മുടെ തോമാച്ചന് ഈ സമൂഹത്തെ വളർത്തി വലുതാക്കി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തോട് പിണക്കമുള്ളവരായിട്ട് ആരുമുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. എപ്പോഴും അദ്ദേഹം ആ ഒരു ലാളിത്യത്തിലും വിനയത്തിലുമൊക്കെ ജീവിക്കാനും പെരുമാറാനുമൊക്കെ പരിശ്രമിച്ചു. അതിൽ വിജയിച്ചു. അങ്ങനെ നല്ല സമാധാനത്തിലും ശാന്തിയിലുമാണ് അച്ഛൻ ഈ ലോകം വിട്ട് കർത്താവിൻ്റെ പക്കലേക്ക്, പറുദീസായിലേക്ക് പോകുന്നത്. അച്ഛൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രൂപതയുടെ പേരിൽ അച്ഛനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അച്ഛനെ ശുശ്രൂഷിച്ച വൈദിക മന്ദിരത്തിലെ ഡയറക്ടർ അച്ഛന്മാരെയും മദർമാരെയും ആശുപത്രിയിലെ അച്ഛന്മാരെയും ശേഷവിധിയായിട്ട് എപ്പോഴും രോഗികളായ അച്ഛന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ബഹുമാനപ്പെട്ട ഹീരാം ചെറിയ അച്ഛനെയും ഒക്കെ ഞാൻ ഓർക്കുകയാണ്. അവരുടെ ആ സാന്നിധ്യം വേദനയുടെ അവസരത്തിൽ മരുന്ന് മാത്രമല്ല, അവർക്ക് ഭക്ഷണവും സാന്നിധ്യവും സാമീപ്യവും മറ്റു കുദാശകളുമൊക്കെ പരികർമ്മം ചെയ്തു കൊടുക്കാൻ ആശുപത്രികളിലെ അച്ഛന്മാരും സമർപ്പിതരുമെല്ലാം കാണിക്കുന്ന ആ ഒരു ഔത്സുക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇടവക അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ്. എത്രയോ നല്ല അച്ഛന്മാരെയാണ്, സുവിശേഷ പ്രഘോഷകരെയാണ് ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി നൽകിയത്. ഓർമ്മകൾ മാത്രമാണ് ഈ ഇടവകയിലുള്ളത്. ഇവിടെയുള്ള സമർപ്പിതരുടെയും വൈദികരുടെയും ജീവിതം പരിശോധിച്ചാൽ തന്നെ ഓർമ്മകളുടെ വലിയൊരു കുമ്പാരം ഈ മേരിലാൻഡിന് അവകാശപ്പെടാനുണ്ട്. അതിലേറ്റവും മുമ്പിൽ മുതിർന്ന സ്ഥാനത്ത് നിന്ന ആളായിരുന്നു ഇടത്തിൽ തോമാച്ചന്. അച്ഛനെ ഒരിക്കൽ കൂടി ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു. അച്ഛൻ്റെ കുടുംബക്കാരെയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും എല്ലാം അച്ഛനോട് സ്നേഹപൂർവ്വം ഇടപെട്ടു. അവരുടെ നല്ല വാക്കുകളും സാമ്പത്തിക സുസ്ഥിതിയും ജനസമ്മതിയുമൊക്കെ ഈ അച്ഛൻ്റെ സ്വസ്ഥമായ ജീവിതത്തിന് കാരണമായിട്ടുണ്ട്. അച്ഛനെ ഞാൻ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഓർക്കുന്നു. പരിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിക്കുന്നു. അച്ഛൻ്റെ സ്വർഗപ്രവേശനത്തിന് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉപവാസവും എല്ലാം വീണ്ടും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു.